അതിൽ പൊതുവിൽ സിനിമാ കോൺക്ലേവ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റ് ആ മേഖലയിൽ പുതിയ ഒരു നയം കൊണ്ടുവരാൻ വേണ്ടി എടുത്ത നീക്കമായിരുന്നു ഇന്നലത്തെ കോൺക്ലേവ്. അത് ഏറ്റവും വിജയകരമായി പര്യവസാനിച്ചിരിക്കുന്നു. ഗവൺമെന്റ് കാഴ്ചപ്പാട് ശരിയായിരുന്നു എന്നുള്ള രൂപത്തിലേക്കാണ് വന്നിട്ടുള്ളത്. ആ സമയത്ത് സമാപന സമ്മേളനത്തിൽ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയതായി കണ്ടു. സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചോളം ഈ മേഖലയിൽ സ്ത്രീകളെയും അതുപോലെ SC/ST മേഖലയിലെയും കലാപ്രതിഭകളെ വളർത്തിയെടുക്കുക എന്ന വീക്ഷണം കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ് അത്തരം ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വരുന്നത്. അത് മറ്റു രൂപത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെടേണ്ടതില്ല. അതിൽ ആദരണീയനായ അടൂർ ഗോപാലകൃഷ്ണൻ മറ്റേതെങ്കിലും നിർദ്ദേശത്തോടു കൂടി പറഞ്ഞതായി ഞാൻ കണക്കാക്കുന്നില്ല. അദ്ദേഹം സിനിമയ്ക്ക് ഇന്ന് മലയാള സിനിമയ്ക്ക് അതിനെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന രംഗത്ത് അദ്ദേഹം നൽകിയിട്ടുള്ള വിലപ്പെട്ട സംഭാവനകൾ നമുക്കെല്ലാം അറിയാം. ഇന്ന് സിനിമാ ലോകത്തെ ഏറ്റവും പ്രഗത്ഭനും പ്രശസ്തനും പ്രതിഭാശാലിയുമായ സംവിധായകനാണ് അടൂർ ഗോപാലകൃഷ്ണൻ. അദ്ദേഹം ഈ രൂപത്തിൽ പറഞ്ഞത് വ്യത്യസ്തമായ രൂപത്തിൽ നിന്നുകൊണ്ട് തിരിച്ചുവിട്ടതാണ് എന്ന് ഞാൻ സംശയിക്കുന്നു. ഏതായാലും അത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി അപ്പം തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ ആ നിലപാട് ഗവൺമെന്റ് നിലപാടായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ആദ്യമായി തന്നെ നേരത്തെ കേരളത്തിൽ സമാനമായ മുൻ പ്രസ്താവനകൾ ഇതൊരു സർക്കാർ വേദിയാണ്, സർക്കാർ ഏറ്റവും സതുദ്ദേശത്തോടെ നടത്തിയ പരിപാടിയിലേക്ക് സർക്കാരിന്റെ ആ നിലപാടിനെ വിമർശിച്ചുകൊണ്ടല്ല സർക്കാർ ഉപേക്ഷിക്കായിരുന്നു. ഇത്തരത്തിൽ SC/ST വിഭാഗത്തിന് പണം കൊടുക്കുമ്പോൾ, സിനിമ നിർമ്മിക്കാൻ പണം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് ദുരുപയോഗം ചെയ്യപ്പെടുന്ന പരാതി വരുന്നു. ഇപ്പോൾ സ്ത്രീകൾക്ക് നൽകുന്ന പണം ഇതൊക്കെ സർക്കാർ ശ്രദ്ധിക്കണം. സർക്കാർ ഉപദേശിക്കായിരുന്നു ആ വേദിയിൽ വെച്ച്. ഇല്ല, ഏതെങ്കിലും ഉണ്ടെങ്കിൽ പരിശോധിക്കണമെന്നല്ലേ പറഞ്ഞുള്ളൂ. സർക്കാരിനെതിരെ വിമർശനവും ആക്രമണമായി കാണേണ്ടതില്ല. സർക്കാരിനെതിരെയല്ല, ആ വിഭാഗത്തിനെതിരെയുള്ള ആ വിഭാഗത്തിനെ ഒരിക്കലും ആക്രമിക്കേണ്ടതില്ല. സ്ത്രീകളും അതുപോലെ തന്നെ SC/ST വിഭാഗത്തിൽ നിന്നെല്ലാം കലാകാരന്മാർ വളരണം, അവരെ പ്രോത്സാഹിപ്പിക്കണമെന്ന നിലപാട് തന്നെയാണ് ഗവൺമെന്റിനുള്ളത്. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഇത്തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് പ്രത്യേകമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് സിനിമാ നിർമ്മാണത്തേക്ക് അവരെ കൈപിടിച്ചുയർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ നിലപാട് സ്വീകരിക്കുന്ന സർക്കാരിന്റെ ഒരു വേദിയിൽ വെച്ച് ഇങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടായത് ചെയ്യരുതെന്നല്ലോ പറഞ്ഞത്. നിങ്ങളിതിനെ തെറ്റായി വ്യാഖ്യാനിക്കുക. അദ്ദേഹം അവർക്ക് കൊടുക്കരുതെന്നല്ല പറഞ്ഞത്. അത് കൊടുക്കുമ്പോൾ തെറ്റായ രൂപത്തിൽ പോകരുതെന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞു. അത് ഈ 1.5 ലക്ഷം കൊടുക്കുന്നത് 50 ലക്ഷം വീതം കൊടുത്താൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഒരു സർക്കാർ മുഖ്യമന്ത്രിയോടൊക്കെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു നിലപാടിൽ തന്നെയാണ് അത് വരുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. അത് കൊടുക്കരുതെന്നല്ല അദ്ദേഹം പറഞ്ഞത്. അത് കൊടുക്കുമ്പോൾ അത് പ്രയോജനപ്പെടുന്ന രൂപത്തിലേക്ക് വരണം എന്ന രൂപത്തിൽ കാര്യങ്ങൾ ഉപദേശിക്കുക അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. ഗവൺമെന്റിനെ സംബന്ധിച്ചോളം ഏതായിരുന്നാലും ഈ കാര്യത്തിൽ വ്യക്തമായി അവരുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. SC/ST വിഭാഗങ്ങളെയും വനിതകളെയും ഈ മേഖലയിൽ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് തന്നെയാണ് ഗവൺമെന്റിനുള്ളത്. അത് ഏതെല്ലാം രൂപത്തിൽ പോകണമെന്നുള്ളത് നയം സമയത്ത് ആലോചിച്ച് ചർച്ച ചെയ്തതിന് പരിഹാരം. ഈ പ്രസ്ഥാനത്തിന്റെ പരാതി വന്നു പോലീസിൽ, കേസെടുക്കുന്ന ആ രീതിയിലേക്ക് പോവാണ്. കാരണം SC/ST വിഭാഗത്തിനെതിരെയുള്ള പരാമർശം കൂടിയാണ്. അപ്പോൾ സർക്കാരിന്റെ നിലപാട് എന്തായിരിക്കും? കേസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി നിലപാട് അല്ല മിനിസ്റ്റർ, ഇതെല്ലാം ഇത്തരം പ്രസ്ഥാനങ്ങൾ വരുമ്പോൾ ശക്തമായ നിലപാടല്ലേ സ്വീകരിക്കേണ്ടത് സർക്കാർ? ഇത്തരം അല്ലെങ്കിൽ ഇതൊരു ഗവൺമെന്റ് ഈ കാര്യത്തിലെല്ലാം ഗവൺമെന്റ് നിലപാടുമായി തന്നെയാണ് മുന്നോട്ട് പോവുക. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഒരിക്കലും ചെയ്യാറില്ല.